ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ് വീഡിയോ ആണ് ഇടുന്നത്. അതിന് വേണ്ടി രാവിലെ നമ്മൾ വെള്ളപ്പാട്ടോ ചുടുന്നത്. ഇന്നലെ രാത്രി അരിയും തേങ്ങയും അതുപോലെ കുറച്ച് പൊടിയൊക്കെ ഒന്ന് വേവിച്ച് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈസ്റ്റും ചേർത്ത് ഒന്ന് ചൂട് തട്ടുന്ന ഭാഗത്ത് നമ്മളെ അടുപ്പ് കത്തിക്കണ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് അടിപൊളിയായിട്ടുള്ളൊരു വെള്ളപ്പാട്ടം ഉണ്ടാക്കണത്. അപ്പം നമ്മൾ അത് ഒഴിച്ച് കൊടുത്ത് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 സെക്കൻഡൊക്കെ കഴിഞ്ഞ ശേഷം മതി നമ്മൾ മൂടി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ വന്നതിന് ശേഷം മാത്രമേ മൂടി വെക്കാൻ പറ്റുള്ളൂ. അടിപൊളിയായിട്ടുള്ള വെള്ളപ്പമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അടിപൊളിയാകുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു സന്തോഷം തന്നെയാണല്ലേ. ചില ദിവസം നമ്മൾ ചട്ടിയിൽ ദോശ ചുടുമ്പോൾ ചട്ടി ഒന്ന് എന്താ പറയുക ഒന്ന് കിട്ടാതെയൊക്കെ ആകുമ്പോൾ ആകെ ഉപ്പാടെ ഒരു വിഷമമായിരിക്കില്ലേ. രാവിലെ തന്നെ അങ്ങോട്ട് ചെയ്യണൊക്കെ പണികളൊക്കെ സക്സസ് ആകാറുന്ന ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ വന്നിട്ട് പൂവ് പോലെ ഉണ്ടാക്കി തരണം, പേളിമാണി ഉണ്ടാക്കണം, അതേപോലത്തെ ദോശ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടോ. പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ല് ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പൂവ് പോലെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നും ശരിയാവണമെന്നില്ല എങ്കിലും ചെറിയ തോതിലൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊക്കെ ഒന്ന് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വാഴയിലയിൽ ഇട്ടിട്ട് കഴിക്കണം എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് കേട്ടോ. നമ്മുടെ മക്കൾ നമ്മളോട് പറയുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കും ഇതുപോലെ തന്നെ രാവിലെയൊക്കെ ഒരു പെട്ടെന്നൊക്കെ ഓരോന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, കുട്ടികളൊക്കെ പറയുമ്പോൾ പറ്റില്ല എന്നൊന്നും പറയുമ്പോൾ അവർക്ക് നന്നായി വിഷമിക്കും കേട്ടോ. അതൊന്നുമല്ല, അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കുക. അപ്പോഴേക്കും ഒരു വാഴയില വെട്ടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, എണ്ണയിലൊന്നും വഴറ്റാതെ നമ്മൾ ബീഫ് വെക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് അധികം ഇട്ടിട്ട് അതിന് വേണ്ടി ബീഫൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായി ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നമ്മൾ ആക്കി കൊടുക്കണം, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ.
അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ച് ശരിയാക്കിയിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ട്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, മാങ്ങ അച്ചാർ ഉണ്ടാക്കണേ. അതൊന്ന് പോയി കാണണം കേട്ടോ, അടിപൊളി അച്ചാറാണ്. അങ്ങനെ ഉച്ചയൂണിനും നമ്മളെ ബീഫും അച്ചാറും ഒക്കെ അടിപൊളിയായിട്ട് ഊണ് ശരിയായിട്ടോ. അടിപൊളി അച്ചാറാണ്, അതൊന്ന് പോയി കാണണം കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.